In which property of the steel has the ability to resist breaking rather than the ability to absorb energy during deformation? Hi. So അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഞാൻ ജനറൽ ഡിസ്കഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും പിന്നെ അതല്ലാണ്ട് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസാണ്. മെജോറിറ്റി 90% ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്? ഇതിനെന്തിനാണ് ജനറൽ ഡിസ്കഷൻ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാനാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് വരാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നിങ്ങൾ വേറെ എഴുതിയിട്ടുണ്ടാവും. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ എക്സാമിനേഷൻ വാട്ടർ അതോറിറ്റിയിൽ വരാറുണ്ട്, അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോഡി വരാറുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ വരാറുണ്ട്. ഈ റീസെൻ്റ് ആയിട്ട് വന്നത് കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എഞ്ചിനീയറിൻ്റെ വേക്കൻസി ഉണ്ടായിരുന്നു. സോ അത്തരം എക്സാംസ് എഴുതിയവർക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആ ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ജനറൽ ഡിസ്കഷൻ, അതായത് പ്രോബ്ലംസ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇൻ ജനറൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ല നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പല ഡൊമൈനിൽ നിന്നുള്ള, അതായത് നിങ്ങൾക്കറിയാം 8 മൊഡ്യൂളുണ്ട്. 8 മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിൽ നിന്നും ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നോർമലി വരും എന്ന് മനസ്സിലാവാനാണ് ഇങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഒരു പ്രോബ്ലം പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഒരു മൊഡ്യൂളിൽ നിന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഒരു മൊഡ്യൂളിൽ നിന്നും പ്രോബ്ലം പേപ്പർ അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, എക്സാമിന് വന്നിട്ടില്ല. 2023 ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മൊഡ്യൂളിൽ നിന്നും പ്രോബ്ലം ടോപ്പിക്സ് വന്നിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിന് ഡിപ്ലോമ ലെവലുള്ളവർ കൂടെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ബിടെക് മാൻഡേറ്ററി അല്ല. സോ മറ്റ് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ലെവൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എഴുതുന്നു, അതുപോലത്തെ എക്സാംസ് എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാജുവേഷൻ കമ്പൽസറി ആണ്. ഗ്രാജുവേഷൻ ലെവലിൽ താഴെയുള്ള ഓവർസിയർ, ഡ്രോസ്മാൻ പോലുള്ള പോസ്റ്റുകൾക്ക് മാത്രമേ ഗ്രാജുവേഷൻ മാൻഡേറ്ററി അല്ലാതുള്ളൂ. ഈ ലെവലിലുള്ള ഏത് എക്സാമിനേഷനും ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആണ്. അതേ പേ സ്കെയിലുള്ള അതേ ലെവലിലുള്ള ഒരു ജോബ് തന്നെയാണ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. പേ സ്കെയിൽ വരെ എയുടെ സെയിം ആണ്, അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ സെയിം പേ സ്കെയിലാണ്. സോ ആ ജോബിലും പക്ഷേ ആ ലെവൽ ടഫ്നെസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെയിൻ മോട്ടോ. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. ഇതെല്ലാം PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഒരു 2 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി 90% ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഡയറക്റ്റ് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇത് വളരെ എളുപ്പം വർക്കൗട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വരും. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ഈസ് മെയിൻലി ട്രാൻസ്ഫർഡ് ഫ്രം ആൻ ഇൻസുലേറ്റഡ് പൈപ്പ് ടു ദ സറൗണ്ടിങ് സ്റ്റിൽ എയർ. സോ ഒരു പൈപ്പ്, അതിനകത്തൂടെ ഹോട്ട് വാട്ടർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സറൗണ്ടിങ്ങിലുള്ള എയറിലേക്ക് ഇതിനകത്തുള്ള ഹോട്ട് വാട്ടർ, ഫോർ എക്സാമ്പിൾ ഇതൊരു 60 ഡിഗ്രി സെൽഷ്യസ് ഹോട്ടായിട്ടുള്ളൊരു വാട്ടറാണ്. അറ്റ്മോസ്ഫിയർ 25 ഡിഗ്രി സെൽഷ്യസിലുമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു, അല്ലേ? ഹീറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുക. സോ ഇവിടെ നടക്കുന്ന ഈ പ്രോസസ്സിൻ്റെ പേരെന്താ? ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? കണ്ടക്ഷൻ, റേഡിയേഷൻ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ, നാച്ചുറൽ കൺവെക്ഷൻ. ആൻസർ കൺവെക്ഷൻ ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഫോഴ്സ്ഡ് ആണോ നാച്ചുറൽ ആണോ? ആൻസർ നാച്ചുറൽ കൺവെക്ഷൻ ആണ്. ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ആൻസർ നാച്ചുറൽ കൺവെക്ഷൻ ആണ്. അതെങ്ങനെ വന്നു എന്ന് മാത്രം ഞാൻ പറയാം. 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് അറിയാമല്ലോ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. സോളിഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. സോളിഡ് ടു ഫ്ലൂയിഡ് ഇൻട്രാക്ഷനിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ. എയറിൽ അല്ലെങ്കിൽ മീഡിയം ഇല്ലാതെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. സണ്ണിൽ നിന്നുള്ള ലൈറ്റ് റേസ് എർത്തിലെത്തുന്നത് റേഡിയേഷനിലൂടെയാണ്. കാരണം മീഡിയം ഇല്ല, സ്പേസിൽ വാക്വം അല്ലേ. സോ അതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. 2 ഫോഴ്സ്ഡും നാച്ചുറലും കൺവെക്ഷൻ. അപ്പോൾ കൺവെക്ഷൻ ആണെന്ന് അറിയാം, അപ്പോൾ ഫോഴ്സ്ഡ് ആണോ നാച്ചുറൽ ആണോ എന്ന് അറിയണ്ടേ? ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളൊരു ഫാൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കൂളൻ്റ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ മീഡിയം യൂസ് ചെയ്ത് തണുപ്പിക്കുന്ന അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുമ്പോഴാണ് അതിനെ ഫോഴ്സ്ഡ് എന്ന് പറയുന്നത്. നാച്ചുറലി നമ്മളൊന്നും ചെയ്യുന്നില്ല, വെറുതെ നാച്ചുറലി നടക്കുന്ന പ്രോസസ്സാണ് നാച്ചുറൽ കൺവെക്ഷൻ. സോ ഇവിടെ നാച്ചുറലി സ്റ്റിൽ എയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയർ വെറുതെ നിൽക്കുകയാണ്. എയർ ഇത്ര സ്പീഡിൽ വീശിക്കൊണ്ടിരിക്കുകയാണോ, ഫാൻ ഇട്ടിട്ടുണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. എയർ സ്റ്റില്ലാണ്. സോ ദ ആൻസർ നാച്ചുറൽ കൺവെക്ഷൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ത് പറ്റും? ടെമ്പറേച്ചർ കൂടിയാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് പറ്റും? +2 ഫിസിക്സിനുള്ളതാണ്. +2 ഫിസിക്സ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതെല്ലാം 23 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ സ്പർ ഗിയർ വിത്ത് പിച്ച് സർക്കിൾ ഡയമീറ്റർ D ഹാസ് നമ്പർ ഓഫ് ടീത്ത് T. ദ മോഡ്യൂൾ ഈസ്.
ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ S7 S6 ആയിട്ട് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന സബ്ജക്റ്റ് പഠിച്ചതാണ് ഇതിൻ്റെ ഡിസൈൻ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണെങ്കിൽ മോമിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ഗിയറിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് എല്ലാവരും പഠിക്കുന്നത് അല്ലെങ്കിൽ ഗിയർ ഡിസൈൻ ഒക്കെ പഠിക്കുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന സബ്ജക്റ്റിലാണ്. സോ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഉണ്ട്, മോഡ്യൂൾ. മോഡ്യൂളിൻ്റെ ഫോർമുല ഡയമീറ്റർ ഇസ് ഈക്വൽ ടു MZ. ഈ നൊട്ടേഷനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാണ്. നിങ്ങളിങ്ങനെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻസ് യൂസ് ചെയ്യാം. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ. M എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ്യൂൾ. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടീത്ത് അല്ലേ? സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു MZ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന നൊട്ടേഷൻ എന്താ? ക്വസ്റ്റ്യനിൽ പല നൊട്ടേഷനും തരും. കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു മോഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത്. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് ബൈഹാർട്ട് ചെയ്യുക. പല ഫോമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ M ഇസ് ഈക്വൽ ടു D/Z എന്ന് ബൈഹാർട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ പഠിക്കാം. ഞാനിങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു MZ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് T എന്നുള്ള നൊട്ടേഷനാണ് നമ്പർ ഓഫ് ടീത്തിന് കൊടുത്തിരിക്കുന്നത്. Z അല്ല, മാറ്റുക, അത്രേ ഉള്ളൂ. സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു M ഇൻറ്റു T ആണ് അക്കോർഡിംഗ് ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? മോഡ്യൂൾ ഈസ്. സോ മോഡ്യൂൾ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? D/T. സോ D/T ഓപ്ഷൻ A കറക്റ്റ്. ഇത്ര സിമ്പിൾ. നോക്കിയാണ്, ഒരു പ്രോബ്ലം ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു ഗിയറിൻ്റെ ഡിസൈനിൽ എന്തുമാത്രം ഇക്വേഷൻസും ഫോർമുലാസും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് മോഡ്യൂളിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡയമീറ്റർ ഇസ് ഈക്വൽ ടു MZ. ഇത്ര സിമ്പിളാണ്. ചോദിച്ചാൽ 2023 നടന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, ലെവിസ് ഇക്വേഷൻ ഈസ് ഇൻ എ സ്പെർ ഗിയർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ. ഇതിലേത് കണ്ടുപിടിക്കാനാണ്? ലെവിസ് ഇക്വേഷൻ വളരെ സിമ്പിൾ ഇക്വേഷനാണ്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ്യൂൾ കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഗിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിൽ ഡേറ്റാ ബുക്ക് യൂസ് ചെയ്ത് നമ്മൾ ഗിയർ ഡിസൈൻ ചെയ്തതാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്ത് ലെവിസ് ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഏതാണ് വീക്കർ പാർട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഗിയർ ആണോ പിനിയൻ ആണോ? അതായത് ഒരു ഗിയർ ഒരിക്കലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യില്ല. ഗിയർ ആൾവേസ് വർക്ക് ആസ് പെയർസ്. മിനിമം 2 പേര് വേണം, എങ്കിലേ അതിനൊരു ഗിയർ യൂണിറ്റ് ആയിട്ട് വർക്ക് ആവത്തുള്ളൂ അല്ലേ? സോ ഇത് ഒരാൾ എന്തായിരിക്കും? പിനിയൻ. മറ്റേ ആൾ എന്തായിരിക്കും? ഗിയർ. സോ ഡിസൈൻ ചെയ്യുമ്പോൾ ആരാണോ വീക്ക് അയാൾ വെച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ വീക്കപ്പ് പാർട്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ലെവിസ് ഇക്വേഷൻ. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ മോഡ്യൂളൊക്കെ കണ്ടുപിടിക്കുന്നത്. ആ ഫോർമുല ഇതിൽ ഏതാണെന്നാണ് യൂസ് ചെയ്യുന്നത്. ലെവിസ് ഇക്വേഷൻ വെച്ച് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? കംപ്രസീവ് സ്ട്രെസ് ഇൻ ബെൻഡിങ് ഇക്വേഷൻ ആണ് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. ടെൻസൈൽ ആണോ കംപ്രസീവ് ആണെന്നാണ്. കംപ്രസീവ് സ്ട്രെസ് ആണ് കിട്ടുന്നത്. സിമ്പിൾ. ഇത് നമ്മൾ ഡിസൈൻ ഓഫ് മെഷർമെൻറ്റ്സ് പഠിച്ചപ്പോൾ ഒരുപാട് തവണ അപ്ലൈ ചെയ്ത ഫോർമുലയാണ്. If Z is the absolute viscosity of a lubricant, N is the speed of the journal and P is the bearing pressure. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ക്വയർ ആണ്. ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിൻ്റെ ഫോർമുല ഇഷ്ടം പോലെ. അതായത് ഇത് ഏത് കേസിലാണ് വരുന്നത്? ജേണൽ. ഇവിടെ എഴുതിയിട്ടുണ്ട്. ജേണൽ ബിയറിംഗ് എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്ന്. ജേണൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോൾ ബിയറിംഗ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെവി മെഷീൻസിലാണ് ജേണൽ ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡിൻ്റെ ഹെൽപ്പിൽ നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ജേണൽ ബിയറിംഗ്. എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഒരു കേസിംഗ് ഉണ്ടാവും, അതിനുള്ളിൽ നിറച്ച് ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ടാവും. മോസ്റ്റ്ലി എഞ്ചിൻ ഓയിൽ തന്നെ ആയിരിക്കും. SI സീരീസിലുള്ള എങ്കിലും എഞ്ചിൻ ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഷാഫ്റ്റ് വെച്ചേക്കാം. ആ ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ജേണൽ അല്ലേ? ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കിയാൽ ഇങ്ങനെ കാണാം. ഇതൊരു വലിയ കേസിങ്. അതിനകത്ത് ഹോളായിരിക്കും. അതിനുള്ളിൽ നിറച്ച് ഫ്ലൂയിഡ് നിറച്ചതിന് ശേഷം നമ്മൾ ഷാഫ്റ്റിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും അല്ലേ? ഈ ഷാഫ്റ്റാണ് ജേണൽ എന്ന് പറയുന്നത്. ഈ ഔട്ടർ കേസിങ്ങിനെയാണ് ബെയറിംഗ് എന്ന് പറയുന്നത്. സോ ഈ ജേണൽ ഇതിനകത്തിരുന്ന് റൊട്ടേറ്റ് ചെയ്യും. ഇതിനിടയ്ക്ക് എന്തുണ്ടാവും? നിറയെ ലൂബ്രിക്കൻറ്റിനെ നമ്മൾ ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ്? ഇത് തമ്മിൽ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ഉണ്ടായി ഹീറ്റ് കൂടാതിരിക്കാനും ഫ്രിക്ഷൻ കുറയാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ഈ സംഭവം നിങ്ങൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ ഈ ഇതിനിടയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി അല്ല, അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി ആണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് Z എന്ന് പറയുന്നത്. ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്ത പെട്രോഫ്സ് ഇക്വേഷൻ, മക്കീസ് ഇക്വേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ, സോമർഫീൽഡ് നമ്പറിൻ്റെ ഇക്വേഷൻ, ഈ എല്ലാ ഫോർമുലയ്ക്കകത്തും ആ സാധനമുണ്ട്. അത് ഏതെന്നാണ്? ഈ ഓപ്ഷനിൽ ഏതാണ്? അതാണ് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ZN/P. ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്തൊക്കെ പഠിച്ച് ബിടെക്കിന് അതൊന്നും ചോദിച്ചിട്ടില്ല. ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്താണ്? ZN/P. അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി, സ്പീഡ്, പ്രഷർ, ബിയറിംഗ് പ്രഷർ. ഇത്രേ ഉള്ളൂ. ഇനി
In which property of the steel has the ability to resist breaking rather than the ability to absorb energy during deformation? ബ്രേക്ക് ആവാതെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള ഫീച്ചർ ഇതിൽ ഏതാണെന്ന്. അപ്പോൾ ഇത് ആദ്യം ഇത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കണം. മെഷീനബിലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഹാർഡ്നെസ് എന്താണെന്ന് അറിയിക്കണം, ടഫ്നെസ് എന്താണെന്ന് അറിയിക്കണം, മാലിബിലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മാലിബിലിറ്റി എന്താണ് എല്ലാവർക്കും അറിയാം, സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഡക്റ്റിലിറ്റി ആൻഡ് മാലിബിലിറ്റി. ഏതൊരു മെറ്റീരിയലിനെയും നമുക്ക് അടിച്ച് പരത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ കഴിയുകയാണെങ്കിൽ തിൻ വയേഴ്സായിട്ട്. കോപ്പറൊക്കെ ഹൈലി ഡക്റ്റൈലാണ്, അതുകൊണ്ടാണ് നമുക്കതിനെ കുഞ്ഞു വയറായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്സിലും ഇലക്ട്രിഫിക്കേഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ മെറ്റീരിയൽ ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ടഫ്നെസ്, ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. സോ ഇതിൽ തന്നിരിക്കുന്നത് ഏതാണ് എനർജി അബ്സോർബിങ് പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ടഫ്നെസ് ആണ്. ഇത് മാലിബിലിറ്റി എന്തെന്നറിയാൻ ഞാൻ ഡിഗ്രി തന്നുള്ളൂ, ആൻസർ അതല്ല. മെഷീനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റൽ റിമൂവ് ചെയ്യാൻ, അതായത് മെഷീൻ ചെയ്യാൻ, മില്ലിങ്, ഡ്രില്ലിങ് പോലത്തെ ഓപ്പറേഷൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് മെഷീനബിലിറ്റി. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്നെസ്സും ടഫ്നെസ്സും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള രണ്ട് കാര്യമാണ് ഹാർഡ്നെസ്സും ടഫ്നെസ്സും. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് പ്രോപ്പർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, റെസിസ്റ്റൻസ് ടു സർഫസ് ഡിഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ സർഫസിൽ സ്ക്രാച്ചുകൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഗ്ലാസ്സുകളൊക്കെ ഇല്ലേ, ഫോണിലൊക്കെ ഉള്ള ഗൊറില്ല ഗ്ലാസ് എന്ന് പറയുന്ന സാധനം, അത് ഹൈലി എന്താണ് ഹാർഡ്നെസ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉള്ള മെറ്റലാണ്. അതുകൊണ്ടാണ് അതിനകത്ത് എന്താണ് ഡെൻറ്റുകളൊന്നും വീഴാത്തത്. പക്ഷേ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചാൽ നിങ്ങളുടെ നെയിൽസ് കൊണ്ട് വരച്ചാൽ നമുക്ക് അതിനകത്ത് മാർക്കിംഗ് വീഴ്ത്താൻ പറ്റും. കാരണം സ്റ്റീൽ എന്ന് പറയുന്നത് ലെസ് ഹാർഡാണ്, പക്ഷേ സ്റ്റീൽ ഹൈലി ടഫാണ്. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും, പക്ഷേ ഫ്രാക്ചർ ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പൊക്കെ ചേഞ്ച് ആയി ഡിഫോം ആയി പോകും, പക്ഷേ ഫെയിലർ ആവത്തില്ല, പൊട്ടത്തില്ല. അതായത് ഷേപ്പ് ചേഞ്ച് ആയാലും അതിന് സിറ്റുവേഷൻ അനുസരിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിയാണ് സ്റ്റീലിനുള്ളത്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് വളരെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. എനർജി അബ്സോർബ് ചെയ്യുന്നത് ടഫ്നെസ്സിലാണ്. എനർജി അബ്സോർബ് ചെയ്തിട്ടല്ലേ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. ഹാർഡ്നെസ് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സർഫസ് പ്രോപ്പർട്ടിയാണ്. പുറത്ത് സർഫസിലൊന്നും ചെയ്യാൻ ഇത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ബ്രണൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കുന്ന നമ്മളെ ബ്രണൽ റോക്ക്വെൽ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. ടഫ്നെസ് നടന്ന ടെസ്റ്റാണ് ചാർപ്പി ടെസ്റ്റ്, ഐസോ ടെസ്റ്റൊക്കെ. ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതിലേത് പ്രോപ്പർട്ടിയാണ് എനർജി അബ്സോർബ് ചെയ്ത് ഡിഫോം ഉള്ള പ്രോപ്പർട്ടി? ആൻസർ ടഫ്നെസ്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പറയാൻ പറ്റും? 12th പഠിച്ചിട്ടുള്ള കാര്യമാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്ന് എക്സാം എഴുതി എല്ലാവരും ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ടാവും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അത് ഏത് റൂളിലാണ് അത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആവുന്നത്? ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് സ്ട്രെയിൻ. ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. വളരെ സിമ്പിൾ. പ്ലസ് 2 തൊഴിൽ പഠിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു, തേർഡ് ഇയറിൽ പഠിക്കുന്നു, ഡിസൈൻ ഓഫ് മെഷർമെൻറ്റ്സ് വരെ ഫൈനൽ ഇയർ വരെ റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഡയറക്റ്റ് ആയിട്ട് അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഇവർ കണ്ടോ? പ്രോബ്ലം ക്വസ്റ്റ്യൻ കണ്ടോ? ഇല്ല. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. ഒരു ഡിഗ്രി ലെവൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാമിന് ഒരു പ്രോബ്ലം പേപ്പർ ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. സോ അടുത്ത റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. സോ ഇത്തരം ക്വസ്റ്റ്യങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്താണ്? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ബൾക്ക് മോഡുലസ് എന്താണ്? പ്രഷർ ഡിവൈഡഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. സോ ഇത് ഓരോന്നിനും ഡെഫിനിഷൻ അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റൂ. കറക്റ്റ് ആൻസർ പോയ്സോൺസ് റേഷ്യോ ആണ്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷേ കൺഫ്യൂഷൻ വരും. അതാണോ ഇതാണോ എന്നുള്ള ഡൗട്ട് വരും. The load requirement to produce a unit deformation in a spring is called torsion of a spring. Torsion ആണോ? ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആണ്. സ്റ്റിഫ്നെസ് ഓഫ് എ സ്പ്രിംഗ്. സ്റ്റിഫ്നെസ് ആണോ? സ്റ്റിഫ്നെസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ബെൻഡിങ് ഓഫ് സ്പ്രിംഗ്, ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിംഗ്. സോ ഡിഫ്ലക്ഷൻ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ വൈ എന്നാണ് നൊട്ടേറ്റ് ചെയ്യാറ്. ടോട്ടൽ എഫ് ഡിവൈഡഡ് ബൈ ആ വൈ ആണ് എന്ത്? ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റിഫ്നെസ് ആണ് കറക്റ്റ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ്. സ്പ്രിങ്ങിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ കാര്യമാണിത്. ദ ടർബോ ചാർജർ യൂസ്. ഇനി അങ്ങോട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ടർബോ ചാർജർ യൂസസ് ഡാഷ് എനർജി. നിങ്ങൾ പലരും ഓട്ടോമൊബൈൽ എന്തൂസിയസ്റ്റ് ആയിരിക്കും. കാറിലൊക്കെ ടർബോ ചാർജർ എഞ്ചിൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം. എന്താണ് ടർബോ എന്ന് കുറേ പേർക്ക് അറിയായിരിക്കും. ടർബോ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു കുഞ്ഞു ടർബൈൻ തന്നെയാണ്. എല്ലാ ടർബോ ചാർജർ വണ്ടിക്കകത്ത് ഒരു കുഞ്ഞു ടർബൈൻ വെച്ചിട്ടുണ്ട്. ആ ടർബൈൻ എന്താ ചെയ്യുന്നത്? എക്സോസ്റ്റിലേക്ക് വരുന്ന ഗ്യാസിനെ എടുത്ത് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് ഒരു ടർബൈനിൽ കൂടെ പാസ് ചെയ്തിട്ട് എക്സോസ്റ്റിലേക്ക് വിടും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ടർബൈൻ അകത്തിരുന്ന് ഈ ഗ്യാസ് പ്രഷർ യൂസ് ചെയ്ത് എക്സ്ട്രാ കറങ്ങും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊരു കറക്കം കിട്ടും. ആ കറക്കം നമ്മൾ എഞ്ചിനിലേക്ക് കപ്പിൾ ചെയ്തിട്ട് നമുക്കൊരു കൂടുതൽ പവർ കിട്ടും. അതുകൊണ്ടാണ് ഒരു 2000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പോകും. ഡീസൽ അല്ലെങ്കിൽ പെട്രോളിലും ടർബോ എഞ്ചിൻസ് ഉണ്ട്. സോ ഒരു പർട്ടിക്കുലർ RPM കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടർബോ ആക്റ്റീവ് ചെയ്യുന്നത്. കാര്യം എന്താ? ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്ന പവർ വെച്ച് ബേൺ ചെയ്ത ഗ്യാസ് കറങ്ങി ടർബൈനിൽ കൂടെ പാസ് ചെയ്ത് പോയാലേ നമുക്ക് ആ പവർ എക്സ്ട്രാ പവർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ എന്തായിരിക്കും? എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസ് വെറുതെ നമ്മൾ കത്തിച്ച് വിടുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ ഒന്നുകൂടെ എടുത്ത് ഒരു ടർബൈനിൽ കൂടെ പാസ് ചെയ്ത് നോക്കിയാൽ ടർബോ ചാർജറായി. സോ അതാണ് കറക്റ്റ് ആൻസർ. ഇൻ ദ ഫോളോയിങ് സിസ്റ്റം ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് ക്യാരിഡ് ഇൻ സെപ്പറേറ്റ് ടാങ്ക്സ് ഫ്രം വെയർ ഇറ്റ് ഈസ് ഫെഡ്. ഏത് സിസ്റ്റത്തിലാണ് ഒരു സെപ്പറേറ്റ്, അതായത് നമുക്കിപ്പം 2 വീലറിലൊന്നും ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറില്ല. അതായത് വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ എന്നൊക്കെ പറയും. സമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി സമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ എല്ലാം കൂടെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിനാണ് സമ്പെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വെള്ളം സൂക്ഷിക്കുന്ന കിണർ ഒരു സമ്പാണ്. അതിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളിലേക്ക് എടുക്കുന്നത്. മഴയിൽ കൂടെ തന്നെ വീണ്ടും കിണർ റീഫില്ലാവും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലുള്ള എഞ്ചിൻ ഓയിൽ സൂക്ഷിക്കാൻ എഞ്ചിനകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതിൽ നിന്നാണ് പല സ്ഥലത്തേക്കും ഇങ്ങനെ സർക്കുലേറ്റ് ആയിട്ട് തിരിച്ച് അവിടെ തന്നെ വരും. അടിയിൽ നമ്മളിത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പുതിയ ഓയിൽ ഒഴിക്കും. ഇങ്ങനെ ഇത് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അടിയിൽ ഇത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് സമ്പ്. അപ്പോൾ ഈ പല ടൈപ്പ് സമ്പുണ്ട്. വെറ്റ് സമ്പ്, ഡ്രൈ സമ്പ്. വെറ്റ് സമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എഞ്ചിൻ്റെ മെയിൻ പാർട്സിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും ഓയിൽ. അതിങ്ങനെ ഓയിൽ പമ്പ് ഉണ്ടാവും. ഓയിൽ പമ്പ് ഇതിനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എന്ത്? വെറ്റ് സമ്പ്. ഡ്രൈ സമ്പ് എന്ന് പറഞ്ഞാൽ ഇത് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് പുറത്തായിരിക്കും. അതിനകത്തുനിന്ന് പമ്പ് ഉപയോഗിച്ച് ഒന്ന് കറങ്ങും, തിരിച്ച് ആ കമ്പാർട്ട്മെൻറ്റിൽ പോകും. സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ഡ്രൈ ആയിരിക്കും. അത് എഞ്ചിൻ്റെ അടിഭാഗം എല്ലാം ഡ്രൈ ആയിരിക്കും. ഇത് വന്ന് വീഴുന്നതെല്ലാം സമ്പിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. സമ്പ് എഞ്ചിൻ്റെ അടിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് വെറ്റ് സമ്പ്. സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ. സോ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലൂബ്രിക്കേഷൻ ഓയിൽ ഈസ് ക്യാരിഡ് ഇൻ സെപ്പറേറ്റ് ടാങ്ക്സ്. ആ സെപ്പറേറ്റ് എന്നുള്ള വാക്ക് കാണുമ്പോഴേ മനസ്സിലാക്കുക ഇത് ഡ്രൈ സമ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദ ടൈമിംഗ് ഓഫ് ഇൻടേക്ക് എക്സോസ്റ്റ് വാൾവ്സ് വെൻ ദ എഞ്ചിൻ ഈസ്? ഈ എക്സാമിന് പോകുമ്പോൾ ഓട്ടോമൊബൈലിൻ്റെ കാര്യങ്ങളാണ് പകുതി മാർക്കും വരാൻ പോകുന്നത്. ചേസസ് 10 മാർക്കിനുണ്ട്, എഞ്ചിൻ പാർട്സ് 10 മാർക്കിനുണ്ട്, ട്രാൻസ്മിഷൻ സിസ്റ്റംസ് 10 മാർക്കിനുണ്ട്. 30 മാർക്കും പ്യൂർ ഓട്ടോമൊബൈൽ ടോപ്പിക്കാണ്. വേറെ ഒരു എക്സാമിനും ചോദിക്കത്തില്ല, ഇതിനുവേണ്ടി മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എയ്ക്ക് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എയുടെ ആ പ്രിപ്പറേഷൻ വെച്ച് ഇത് പാസ്സാവുമെന്ന് വെച്ചാൽ നടക്കില്ല. കാര്യം 30 മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ 40 മാർക്കേ ഉള്ളൂ എയുടെ ടോപ്പിക്സ്. ബാക്കിയെല്ലാം ഇതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ടോപ്പിക്സ് ആണ്. അത് പഠിച്ചാലേ ഇത് ക്ലിയർ ആവത്തുള്ളൂ. കാരണം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 70ക്ക് മുകളിൽ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇതൊന്നും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റത്തില്ല. വേറൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് കിട്ടത്തുമില്ല. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാലേ ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം ഇതിൽ ഏത് ടെക്നിക്കാണ്. സോ ഇതുപോലത്തെ ടെക്നിക്സ് വി ടി ഉണ്ട്, GD എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. DOHC, CRDI, VVT, TDI. TDI ഒക്കെ ഡീസൽ ടെക്നിക്കാണെന്ന് അറിയാം. CRD, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന CRDI ടെക്നോളജിയാണ്. DOHC ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. പല ടെക്നോളജി കേട്ടിട്ടുണ്ട്. ഈ VVTയുടെ ഫുൾ ഫോം എന്താ? വേരിയബിൾ വാൽവ് ടൈമിംഗ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദ ടൈമിംഗ് ഓഫ് ഇൻടേക്ക് എക്സോസ്റ്റ് വാൾവ്സ് വെൻ ദ എഞ്ചിൻ ഈസ് റണ്ണിങ്? എഞ്ചിൻ റൺ ചെയ്യുമ്പോൾ ഇൻലെറ്റ് എക്സോസ്റ്റ് വാൾവിൻ്റെ ടൈമിംഗ് വേരി ചെയ്യുന്നത് ഏത് ടെക്നോളജി? വേരിയബിൾ വാൽവ് ടൈമിംഗ്. അതാണ് ആൻസർ. സോ ഇതിൻ്റെ ഫുൾ ഫോം മാത്രം അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കിട്ടും. CRDയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നോർമൽ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓരോ സിലിണ്ടറിനും പ്രത്യേകം ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ഉണ്ടാവും. CRD എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ എഞ്ചിനെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കോമൺ റെയിൽ വയ്ക്കും. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണെന്ന് വെച്ചോ, 4 സിലിണ്ടർ എഞ്ചിനാണ്. ഒരു ഓരോന്നിനും പ്രത്യേകം പമ്പ് വയ്ക്കാതെ ഇവിടെ ഒരു പമ്പ് ഡയറക്റ്റ് ആയിട്ട് ഈ റെയിലിലോട്ട് കൊടുക്കും. ഈ റെയിലിൽ നിന്നാണ് ഇതിലോട്ട് പോകുന്നത്. മനസ്സിലായോ? സോ ഈ മുകളിലൊരു കോമൺ ആയിട്ടുള്ള റെയിൽ ഉണ്ടാവും. അത്തരം ടെക്നോളജിയാണ് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഹ്യുണ്ടായി ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ബസ്, ലോറി മുതൽ നമ്മുടെ ടൊയോട്ട പോലുള്ള ആഗോള ഭീമം കമ്പനികൾ വരെ യൂസ് ചെയ്യുന്നത് ഹ്യുണ്ടായി ഡെവലപ്പ് ചെയ്ത ഈ ഡീസൽ ടെക്നോളജിയാണ്. ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സസ്പെൻഷൻ ഇൻ ഹെവി വെഹിക്കിൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആൻസർ വരും അല്ലേ? വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നോക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആൻസർ ഈ ലീഫ് സ്പ്രിംഗ് ആണ്. നമ്മുടെ ബൈക്കിലും കാറിലും SUVകളിലൊക്കെ ഇരിക്കുന്നത് കോയിൽഡ് സ്പ്രിംഗ് ആണ്. കണ്ടിട്ടില്ലേ? ഒരു കോയിൽ നമ്മളെ പേനയിലൊക്കെ വരുന്ന പോലത്തെ സ്പ്രിംഗ്. അതിൻ്റെ പേരാണ് ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ലീഫ് സ്പ്രിംഗ് ഹെവി വെഹിക്കിൾസിൽ ബസ്, ലോറി, ട്രെയിനിൽ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലീഫ് സ്പ്രിംഗ്. ഇപ്പോൾ ട്രെയിനിൽ ലീഫ് സ്പ്രിംഗ് യൂസ് ചെയ്യുന്നില്ല. സോ ലീഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിനാണ് ലീഫ് എന്ന് പറയുന്നത്.
പല ആപ്ലിക്കേഷനും ലീഫ് യൂസ് ചെയ്യാറുണ്ട്. ഹെവി ലോഡ് എടുക്കുന്നതിനാണ് കൂടുതൽ ലീഫ് യൂസ് ചെയ്യാറുള്ളത്. കാരണം ലീഫിന് അത്ര കംഫർട്ടൊന്നും കിട്ടത്തില്ല. പക്ഷേ എത്ര ലോഡ് വേണമെങ്കിലും എടുക്കും. ഇനി എത്ര ലോഡ് എടുക്കുമ്പോൾ ഇത് ഡാമേജ് ആയാലും ഇത് ശരിയാക്കാനും ഭയങ്കര ഈസിയാണ്. നിങ്ങളുടെയൊക്കെ കാറിൻ്റെ ഷോക്ക് അബ്സോർബർ കംപ്ലൈൻറ്റ് ആയാൽ നിങ്ങൾക്ക് കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അത് റീപ്ലേസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ലീഫ് സ്പ്രിംഗ് അങ്ങനെയല്ല. നമുക്ക് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിച്ച് ലെവലാക്കി ഇതിനാവശ്യമായ ബെൻഡ് കൊടുത്ത് നമുക്ക് തിരിച്ച് റീസെറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഈസി ടെക്നോളജിയാണ് ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കംഫർട്ട് കുറവാണ്. നമ്മുടെ കാറിൽ ട്രാവൽ ചെയ്യുന്ന കംഫർട്ട് ബസ്സിൽ പോയാൽ കിട്ടാത്തതിന് കാരണം ബസ്സിൽ യൂസ് ചെയ്യുന്ന ലീഫ് സ്പ്രിംഗ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇതാണ് ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇത് വളരെ ഈസി ആണ്. ഇതിനകത്ത് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ഉണ്ട്. ഇത് ആക്ച്വലി നോർമൽ ലീഫ് സ്പ്രിംഗ് ആണ്. സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എലിപ്സിൻ്റെ ഷേപ്പ്. എലിപ്സിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഇങ്ങനെ ഇരിക്കും. ലീഫ് ഇങ്ങനെ വളച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ലീവ്സ് നമ്മുടെ ലോഡ് റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. എന്നിട്ട് നടുക്കൂടെ ഇങ്ങനെ ഇട്ട് പിൻ ചെയ്യും. എന്നിട്ട് ഇവിടെ ഈ രണ്ടിൻ്റെ ഈ മാസ്റ്റർ ലീഫ് എന്ന് പറയുന്നത് ഏറ്റവും മേളിരിക്കുന്ന അയാൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഏറ്റവും മേളിരിക്കുന്ന ലീഫിനെ മാസ്റ്റർ ലീഫ് എന്ന് വിളിക്കും. അയാൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ കൂടെ ഒരു ഷാക്കിൾ പിന്ന് നമ്മുടെ പിന്നിട്ടാണ് നമ്മൾ ലോറിയുടെ ചേസിലോട്ട് അല്ലെങ്കിൽ ബസ്സിൻ്റെ ചേസിലോട്ട് ഇതിനെ ഫിറ്റ് ചെയ്യുന്നത്. സോ ലോഡ് വരുന്നത് ഈ രണ്ട് എൻഡിലായിട്ടാണ്. വണ്ടിയുടെ ലോഡ് വരുന്നത് ഈ എൻഡിലായിട്ടാണ്. ലോഡ് വരുമ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സ്പ്രിങ് നിവരും. ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ വളയും. അതായത് ഫുൾ ലോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ നിവർന്നിരിക്കും. പിന്നെ അതിന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നല്ല ലോഡ് കയറുമ്പോഴത്തേക്കും ഈ സ്പ്രിങ് വണ്ടി കിടന്ന് ചാടാത്തത്. ആളില്ലാത്ത വണ്ടികൾ പെട്ടെന്ന് ഇങ്ങനെ ചാടുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഈസി ക്വസ്റ്റൻ ആണ്. നോക്കിയേ, ഇഫ് എ ടയർ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് 175, 65, R14, 82S. ഒരു ടയറിൻ്റെ ഡെസിഗ്നേഷൻ, നിങ്ങളുടെ വണ്ടിയുടെ ടയർ തീർന്നു, നിങ്ങൾ ടയർ മാറ്റാൻ പോയി. ഇതാണ് എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ടയറിൻ്റെ ഡെസിഗ്നേഷൻ? പല ക്വസ്റ്റ്യനും വരെ ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അറിയാമെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം കാണാൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ ദെൻ ദ ആസ്പെക്ട് റേഷ്യോ ഓഫ് ദ ടയർ ഈസ്. ഇപ്പോൾ ഇതിനകത്ത് ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് അറിയണം. പലർക്കും അറിയായിരിക്കും. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 65 ആണ്. ഓക്കെ, സോ 175. ഇപ്പോൾ ഒരു ടയറിൻ്റെ മുഴുവൻ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ നാളെ ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ വേറൊരു കാര്യമായിരിക്കും. സോ ഇതിൽ ഓരോന്നും ഈ 175 എന്ന് പറഞ്ഞാൽ എന്താണ്? ടയറിൻ്റെ വിഡ്ത്താണ് 175 എന്ന് പറഞ്ഞാൽ. 65 ആണ് ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഡിവൈഡ് ബൈ ഡയമീറ്ററിനെയാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ R14 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദ വീൽ. നമ്മുടെ അലോയ് അല്ലെങ്കിൽ ഡ്രം ആണെങ്കിൽ ഡ്രം, അതിൻ്റെ റേഡിയസ് ആണ് R14 എന്ന് വെച്ചാൽ. ഇത് 14 ഇഞ്ചാണ്. ഇത് ഇഞ്ചസിലാണ് പറയുന്നത്. സോ 175, 65 ആസ്പെക്ട് റേഷ്യോക്ക് യൂണിറ്റ് ഇല്ല, അത് റേഷ്യോ ആണ്. രണ്ടും സെയിം യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് ക്യാൻസൽ ആയി പോയിട്ട് ആസ്പെക്ട് റേഷ്യോക്ക് യൂണിറ്റ് ഇല്ല. R14 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ഇഞ്ചസ് ആണ്. ഇതിൻ്റെ യൂണിറ്റ് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് ടയർ എന്നാണ് എൻ്റെ അർത്ഥം. 82 എന്ന് വെച്ചാൽ എന്താണ്? ലോഡ് ഫാക്ടറാണ്. എത്ര ലോഡ് എടുക്കാൻ പറ്റുന്ന ടയറാണെന്നാണ് എൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ലോഡ് ഫാക്ടർ ഏകദേശം 41 to 96 വരെ പല നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ പല ടയർ എടുത്ത് നോക്കിയാൽ പല ലോഡായിരിക്കും. SUV-യുടെ ലോഡ് ഫാക്ടർ കൂടിയ ടയറായിരിക്കും. സെഡാനും ഹാച്ച് ബാഗിന് ലോഡ് ഫാക്ടർ കുറഞ്ഞ ടയറായിരിക്കും. ബസ്സിന് ലോഡ് ഫാക്ടർ പിന്നെയും കൂടിയ ടയറായിരിക്കും. ലോഡ് ഫാക്ടർ നോർമലി 40 ഒരു 96 വരെയൊക്കെ ഉണ്ട് ലോഡ് ഫാക്ടർ. ഏറ്റവും ലാസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഫാക്ടറാണ്. നിങ്ങളുടെ വണ്ടി എത്ര സ്പീഡിൽ പോകുന്നതാണ്. ഇതിന് ചാർട്ടുണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. അത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള ക്വസ്റ്റൻസും ചോദിക്കില്ല. അല്ലെങ്കിൽ അതായത് എസ് ലോഡ് ഫാക്ടർ ഉള്ള വണ്ടി എത്ര സ്പീഡിൽ പോകും എന്നൊക്കെ ചോദിക്കുന്നത് വെച്ചാൽ എക്സാം അത്ര ടഫാണെങ്കിൽ ചോദിക്കും. നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം ഈ സ്പീഡ് ഫാക്ടർ ആകെ എനിക്കൊരു 10-12 എണ്ണേ ഉള്ളൂ. അത് നിങ്ങൾ കാണാൻ പഠിച്ചാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ലോഡ് ഫാക്ടർ ഒന്നും കാണാൻ പഠിക്കാൻ പറ്റില്ല. അതൊരു വലിയ ടേബിളാണ്. സോ അത് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. സോ എസ്, അതായത് ഫോർ എക്സാമ്പിൾ 2 ടയർ ഡെസിഗ്നേഷൻ, അത് നമുക്കൊരു കാര്യം ചെയ്യാം. അത്തരം നമുക്ക് ഒരു പ്രോബ്ലംസ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ കോഴ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പിൾ പ്രോബ്ലം ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. സോ ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ആസ്പെക്ട് റേഷ്യോ 65 ആണ്. സോ ആൻസർ കറക്റ്റ് 65 ആണ്. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഫാക്ടർ ആണ്. എസ് ടയറിൻ്റെ സ്പീഡ് ഫാക്ടർ വേരി ചെയ്യുന്നത് L മുതൽ Z വരെയാണ്. Z എന്നൊക്കെ പറഞ്ഞാൽ 270 km/h സ്പീഡിൽ പോകാൻ പറ്റിയ ടയറാണ്. അതൊക്കെ സ്പോർട്സ് കാറുകൾക്ക് അല്ലെങ്കിൽ ലക്ഷറി കാറുകൾക്കൊക്കെയാണ് ആ ടയർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലെ വണ്ടിയുടെ ടയറിൻ്റെ സ്പീഡ് ഫാക്ടർ എത്രയാണെന്ന് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അത് എത്രയായിരിക്കും? ഒരിക്കലും S ഒന്നും ആയിരിക്കത്തില്ല. ആണെങ്കിൽ ചിലരുടെ വീട്ടിൽ അത്രയും വണ്ടികളുണ്ടായിരിക്കാം. നോക്കിക്കോളൂ. S ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡ് ഫാക്ടർ കൂടിയ വണ്ടിയാണ്. അതായത് 200-നൊക്കെ അടുത്ത് സ്പീഡ് ഓടിക്കാൻ പറ്റിയ വണ്ടികൾക്കാണ് S ലെവലിലുള്ള ടയറൊക്കെ ഇടാറ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ ചാർട്ട് ഗൂഗിളിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഏത് ടയർ കണ്ടാലും ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ വായിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി വേറെ എക്സാംസിനൊന്നും ചോദിക്കാറില്ല. ഇതെല്ലാം കോർ ഓട്ടോമൊബൈൽ ടോപ്പിക്സ് ആണ്. ദ പാർക്കിംഗ് ബ്രേക്ക് ജനറലി ആക്ട്സ് ഓൺ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഹീറോസൊക്കെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഡ്രിഫ്റ്റ് ആവുന്നത്? ബാക്ക് വീലാണ് ഡ്രിഫ്റ്റ് ആവുന്നത്. സോ പാർക്കിംഗ് ബ്രേക്ക് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ബാക്ക് വീലാണ് ലോക്ക് ആവുന്നത്. സോ ബാക്ക് വീല് ലോക്ക് ആവുന്നതുകൊണ്ടാണ് ബാക്ക് വീല് ലോക്കായിട്ട് പെട്ടെന്ന് ലോക്ക് ആവുന്നതുകൊണ്ട് ബാക്ക് വീല് ഡ്രിഫ്റ്റ് ആവുന്നത്. അങ്ങനെയാണ് ഈ
കർവും ടേൺസും ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ ഹാൻഡ് ബ്രേക്ക് പിടിച്ചോണ്ടേ ഇങ്ങനെ ഡ്രിഫ്റ്റ് ആയി വരുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് അതുപോലെ നിന്നിട്ട് ബാക്ക് വീല് ലോക്കായിട്ട് ബാക്ക് വീല് ഡ്രിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ പാർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് റിയർ വീൽസിലാണ്. ഓക്കെ. The dash allows for changes in the length of the leaf spring as it bends. സോ എന്താണ് ലീഫ് സ്പ്രിങ്ങിനെ ബെൻഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ലീഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഇത് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ്, ഇത് മാസ്റ്റർ ലീഫ്. ഇതാണ് മാസ്റ്റർ ലീഫ് എന്ന് പറഞ്ഞാൽ. അടിയിൽ നോർമൽ ലീഫും കാണും. ഓക്കെ. സോ എന്താണ് അലൗസ് ചേഞ്ചസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ ലീഫ് സ്പ്രിംഗ് ആസ് ഇറ്റ് ബെൻഡ്സ്? ബെൻഡ് ആകുമ്പോൾ ഇത് ചേഞ്ച് ആക്കാൻ സഹായിക്കുന്ന എന്താണ്? ഞാൻ പറഞ്ഞു ലോഡ് എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഇവിടെ. അപ്പോൾ ബെൻഡ് ആവുന്ന അവിടെ നിന്നല്ലേ. സോ നടുക്ക് എന്താണ്? ഇവിടെ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു യു ക്ലാമ്പ് ഇട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നടുക്ക് ഫിറ്റ് ചെയ്ത് പെർമനൻ്റ് ആക്കി വെച്ചിട്ട് രണ്ട് സൈഡിലുമാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ പിന്നിൻ്റെ പേരെന്താ? ഷാക്കിൾ പിൻ ഇട്ടാണ് നമ്മുടെ ലോറിയെ ചേസുമായിട്ട് ലീഫ് സ്പ്രിങ്ങിനെ കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞു. ഇതൊക്കെ വളരെ സിമ്പിളാണ്. നോക്കി ഒരു പ്രോബ്ലം പോലും ഒരിടത്തുമില്ല. ടെക്നിക്കൽ ടേംസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനോടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേർ ഈസ് ദ ക്ലച്ച് ലൊക്കേറ്റഡ്? ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് ഇനിയുള്ളൊരു എക്സാമ്പിലും. ക്ലച്ച് എവിടെയാണ് ഇരിക്കുന്നത്? എന്താ ക്ലച്ചിൻ്റെ ജോലി? എപ്പോഴാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്? ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്? എഞ്ചിനെയും ഗിയർ ബോക്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോൾ എന്താവും? അത് തമ്മിൽ സെപ്പറേറ്റ് ആവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗിയറിലേക്ക് മാറ്റിയിട്ട് ക്ലച്ച് വിടുമ്പോൾ വീണ്ടും എൻഗേജ്ഡ് ആവും അല്ലേ? അപ്പോൾ എവിടെ ആയിരിക്കും? എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയ്ക്കിരിക്കുന്ന ക്ലച്ചാണ് അവർ തമ്മിൽ സെപ്പറേറ്റ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലച്ച് ഇടാതെ ഇതെല്ലാം അങ്ങനെ മാറ്റി എന്തും ഗിയറിൻ്റെ ടീത്തിൻ്റെയൊക്കെ ലൈഫ് കുറയും അല്ലേ? ഓക്കെ. സോ നോർമലി ഇത്തരം കമ്പോണൻസ് ഇൻഫൈനൈറ്റ് ലൈഫിലാണ് ഡിസൈൻ ചെയ്തിരുന്നത്. ഗിയർ ബോക്സ് ഒന്നും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത ഗിയർ ബോക്സ് ഒന്നും മാറേണ്ട ആവശ്യമേ ഇല്ല. ലക്ഷക്കണക്കിന് കിലോമീറ്റർ റൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധനമാണ് ഗിയർ ബോക്സ്. ക്ലച്ച് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തപ്പോഴാണ് ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് ആവുന്നത്. സോ ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ആൻഡ് എൻജിൻ നോക്കിയാൽ ട്രാൻസ്മിഷൻ ആൻഡ് റിയർ ആക്സിൽ തെറ്റാണ്. ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് തെറ്റാണ്. ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിഫറൻഷ്യൽ തെറ്റാണ്. മനസ്സിലാക്കാമല്ലോ? ഇതെല്ലാം സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കഴിഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചത്. ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവണം. ഇത് ക്വസ്റ്റ്യൻ്റെ ലെവൽ ഒരു ലെവൽ ക്വസ്റ്റ്യൻ്റെക്കാൾ ഡിഫറൻ്റ് ആണെന്ന്. ഒരു പ്രോബ്ലം പോലും കഴിഞ്ഞ തവണ ചോദിച്ചിട്ടില്ല. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ലെവലിലായിരിക്കണം. മനസ്സിലൊരു കാര്യം കൂടെ വയ്ക്കുക, വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഈ എക്സാം ഗ്രാജുവേറ്റ് ലെവൽ മാൻഡേറ്ററി ആക്കിയാൽ, അതായത് ഡിപ്ലോമക്കാരെ ഇന്നെലിജിബിൾ ആക്കി ഇനി ഗ്രാജുവേറ്റ് ലെവലുകാർ മാത്രം മതി, ഇത് എഴുതിയാൽ മതി എന്നൊരു തീരുമാനം വന്നാൽ ഈ പിക്ചർ മാറും. ഈ പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല വരാൻ പോകുന്നത്. അതായത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനേക്കാളും ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ നോട്ടിഫിക്കേഷൻ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക. എക്സാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ.